ഹലോ ഫ്രണ്ട്സ്, അഡീനിയ ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ മാസം ഞാൻ അഡീനിയം പ്രൂൺ ചെയ്ത് വെച്ചതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അഡീനിയം റീപോർട്ട് ചെയ്തതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് കരുതി വന്നതാണ്. അതുപോലെ തന്നെ അഡീനിയത്തിൻ്റെ പ്രൂണിങ്ങിൻ്റെ സമയവും റീപോർട്ടിങ്ങിൻ്റെ സമയവും അഡീനിയത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ അഡീനിയമെല്ലാം ഞാൻ നവംബർ പകുതിക്ക് മുൻപായിട്ട് പ്രൂൺ ചെയ്ത് വെച്ചതാണ്. ഈ അഡീനിയവും ഞാൻ നവംബർ പകുതിക്ക് മുൻപായി പ്രൂൺ ചെയ്തതാണ്. അന്ന് ഇതിലൊരു പൂ ഉണ്ടായിരുന്നു. പ്രൂൺ ചെയ്തിട്ട് 25 ദിവസമായി. ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നല്ല രീതിയിൽ തളർത്ത് വന്നിട്ടുണ്ട്. എല്ലാ ശിഖരങ്ങളും തളർത്ത് വന്നിട്ടുണ്ട്. ഇത് അന്ന് പ്രൂൺ ചെയ്തപ്പോൾ ഒരു പൂവ് നിന്ന ശിഖരമാണ്. അത് ഞാൻ അതിന് ശേഷമാണ് മുറിച്ചു കൊടുത്തത്. ആ കമ്പ് തളർത്തില്ല. പ്രൂൺ ചെയ്ത് 25 ദിവസമായപ്പോഴേക്കും മൊട്ടുകളും വന്നിട്ടുണ്ട്. ആ അഡീനിയത്തിൻ്റെ കൂടെ പ്രൂൺ ചെയ്തതാണ് ഈ അഡീനിയവും. പക്ഷേ ഇതിൽ അത്രയും തളർപ്പില്ല. കാരണം ഇത് കുറച്ചുകൂടി ഷെയ്ഡിലാണ് വെച്ചിരുന്നത്. നല്ല വെയിൽ കിട്ടില്ലായിരുന്നു. നവംബർ പകുതിക്ക് ശേഷവും ഡിസംബർ ജനുവരി മാസങ്ങളിലും പ്രൂൺ ചെയ്യാൻ പാടില്ല. ഗ്രാഫ്റ്റിങ്ങും ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ഫാസ്റ്റായിട്ട് തളർപ്പ് വരില്ല. അതുകൂടാതെ ഇല പൊഴിയുകയും പൂമൊട്ടുകൾ പൊഴിയുകയും ചെയ്യുന്ന ടൈമാണ്. അഡീനിയത്തിന് വളർച്ചയും ഉണ്ടാവില്ല. ഇനി പ്രൂൺ ചെയ്യേണ്ടുന്ന സമയം ജനുവരി അവസാനത്തോടു കൂടി ഫെബ്രുവരി ആദ്യം ആയിട്ട് പ്രൂൺ ചെയ്യാം. ഗ്രാഫ്റ്റും ചെയ്യാം. ഇനിയുള്ള 2 മാസങ്ങളിലും വളങ്ങളും കൊടുക്കാൻ പാടില്ല. ഇനി പ്രൂൺ ചെയ്തതിന് ശേഷം വളങ്ങൾ കൊടുത്താൽ മതി. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഓവറായി വെള്ളവും കൊടുക്കാൻ പാടില്ല. 4 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുത്താൽ മതി. അഡീനിയം റീപോർട്ടിംഗ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. മഴയില്ലെങ്കിൽ നവംബർ മാസങ്ങളിലും ചെയ്യാം. ഇത് ഞാൻ നവംബർ പകുതിക്ക് ശേഷം റീപോർട്ടിംഗ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞു. ഞാൻ ഇതിന് റീപോർട്ട് ചെയ്തപ്പോഴാണ് വെള്ളം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത് ഞാൻ പ്ലാസ്റ്റിക് ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോഴും ഈർപ്പമുണ്ട്. അതുകൊണ്ട് 2 ദിവസം കൂടി കഴിഞ്ഞേ ഞാൻ വെള്ളം കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അഡീനിയം റീപോർട്ട് ചെയ്യുമ്പോൾ കോഡക്സ് ഞെങ്ങുന്നത് എന്തുകൊണ്ടെന്ന്. ഓവറായി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് കോഡക്സ് ഞെങ്ങുന്നത്. ഇത് 15 ദിവസവും ഞാൻ വെള്ളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അഡീനിയത്തിൻ്റെ കോഡക്സ് ഒന്നും ഞെങ്ങുന്നില്ല. ഈ അഡീനിയം ഞാൻ സിമൻറ്റ് ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. ഈ ചട്ടിയിൽ ഈർപ്പം ഒട്ടും തന്നെ ഇല്ല. ഇതിന് 15 ദിവസമാകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. റീപോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ചട്ടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ വെള്ളം കൊടുക്കാവൂ. അപ്പോൾ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇത്രയൊക്കെയാണ് അഡീനിയത്തിന് കെയറിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. സംശയമുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. ടാറ്റാ.